വെൽക്കം ബാക്ക് ടു ഭീമ ജ്വല്ലേഴ്സ് ഡീൽ ഓർ നോ ഡീൽ. SMS അയച്ചുകൊണ്ടേയിരിക്കുക. ശരവണൻ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ 60,000 രൂപ ബാങ്കർ ഓഫർ തന്നു. 60,000 രൂപ വേണമോ വേണ്ടയോ? ശരവണൻ, ഇസ് ഇറ്റ് എ ഡീൽ ഓർ നോ ഡീൽ? നോ ഡീൽ. നോ ഡീൽ. ഗുഡ്. 60,000 രൂപ വേണ്ട. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഒരുപാട് ലക്ഷങ്ങൾ, 3-4 ലക്ഷം പോയി എന്നുള്ളത് ഒഴിച്ചാൽ ഒരുപാട് ലക്ഷങ്ങൾ ഇനിയും മണി ട്രെയിലുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു ശരവണൻ. ശരവണന്റെ കുടുംബത്തിൽ അച്ഛനും അമ്മയും 4 മക്കളുമാണ്. അതിൽ മൂത്തയാളാണ് ശരവണൻ. കൂലിവേല ചെയ്തിട്ടാണ് അച്ഛനും അമ്മയും മക്കളെ പഠിപ്പിച്ചത്. എന്നാൽ കാലം പോയപ്പോൾ കുടുംബ പ്രാരാബ്ദങ്ങൾ ഏറി വന്ന് ശരവണൻ കുടുംബ ബാധ്യത ഏറ്റെടുത്ത് സ്വകാര്യ ജോലിക്കൊപ്പം മറ്റൊരു ഉപജീവന മാർഗം കൂടി നേടേണ്ടതായിട്ട് വന്നു. അതാണ് ഈ മാജിക്. ഒരു വലിയ കുടുംബത്തിലെ അംഗമാണ് ശരവണൻ. തീർത്തും ഗ്രാമീണരായ അച്ഛനമ്മമാരുടെ മൂത്ത മകനായ ശരവണന് ചെറുപ്രായത്തിലെ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ പങ്കിട്ടെടുക്കേണ്ടി വന്നു. സഹോദരങ്ങളെയും അച്ഛനമ്മമാരെയും സംരക്ഷിക്കാൻ എന്നും മനസ്സുള്ള നമ്മുടെ മത്സരാർത്ഥിക്ക് ജീവിത ചിലവുകൾ കണ്ടെത്താൻ പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വന്നു. മാജിക്കും മങ്കിട്ടോക്കും പരിശീലിച്ച ശരവണന്റെ ജീവിത വഴികൾ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. സമപ്രായക്കാർ ജീവിതം ആഘോഷിച്ചപ്പോൾ ശരവണന് ജീവിതം സമരം തന്നെയായി. എങ്ങനെയാണ് മാജിക്, എന്തുകൊണ്ടാണ് മാജിക് തെരഞ്ഞെടുത്തത്? മാജിക് പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ തെരഞ്ഞെടുത്തായിരുന്നില്ല. ആ കലയെക്കുറിച്ചുള്ള ആകാംക്ഷ കൊണ്ട് പഠിച്ചതാണ്. എന്നെ സഹായിച്ചത് എന്റെ 2 സുഹൃത്താണ്, കാസിം, സുധീർ എന്ന് പറഞ്ഞ 2 പേര്. ഈ മാജിക്കിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരികയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ഗുരുവായിട്ട് ആരും തന്നെ ഇല്ല. വീട്ടില് ഞാൻ ഏകദേശം ഈ അടുത്ത കാലത്താണ് സമ്പാദിച്ച് തുടങ്ങിയിരുന്നത്. അതിനു മുമ്പ് എന്റെ വലിയ പെങ്ങളുടെ കല്യാണം കഴിച്ചു വിടാൻ കൂടുതൽ ബുദ്ധിമുട്ടിയിരുന്നു അച്ഛൻ. അതിന് വീടിന് പണയം വെച്ചിട്ടാണ് ഇപ്പോൾ ലോൺ എടുത്താണ് കല്യാണം നടത്തിയിരുന്നത്. അതിന്റെ ലോൺ കടം വീടിയിട്ടില്ല. കാരണം ആ കടം വീട്ടിയിരുന്നെങ്കിൽ വീട് കഴിഞ്ഞു പോകില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതിന്റെ എത്ര എടുത്തോ അതിനേക്കാൾ ഇരട്ടിയായിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്താണ് ഞാൻ പാലക്കാടിലെ കാർഡ് ഷോപ്പിൽ ഒരു പ്രിന്റിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടെ നിന്ന് അദ്ദേഹം എന്നെ മാജിക് ചെയ്യാൻ അനുവദിച്ചിരുന്നു, ലീവ് തന്ന് അനുവദിച്ചിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ചെറിയ ചെറിയ സംഖ്യ കിട്ടി. അതുകൊണ്ട് മാജിക് ഉപകരണങ്ങൾ ഒരു പരിധിവരെ ഞാൻ വാങ്ങിക്കുകയും മാജിക് കാണിക്കുകയും ചെയ്തു. ജനങ്ങളിൽ നിന്ന് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇതെന്റെ ഉപജീവന മാർഗമാക്കാം എന്ന് തോന്നിയതാണ്. അങ്ങനെയാണ് ഞാൻ മാജിക്കിലേക്ക് ചാടിയത്. ശരി, ഒരുപാട് ബുക്കിംഗ് കിട്ടാറുണ്ടോ? അങ്ങനെ കൂടുതൽ ബുക്കിംഗ് കിട്ടാറില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ അടുത്ത് പറയാം, മാജിക്കിന്റെ കൂടുതൽ വലിയ ഉപകരണങ്ങളൊന്നുമില്ല. 1 മാൻ ഷോ കിട്ടാറുണ്ട്. ഏകദേശം ഒരു മാസത്തിൽ ഒരു 3 ഷോ എങ്കിലും ഉണ്ടാവും. അപ്പം ക്ലബ്ബുകളിലാണോ പോകാറുള്ളത് സാധാരണ? ക്ലബ്ബുകളിൽ ബർത്ത്ഡേ പാർട്ടീസ്, എന്തെങ്കിലും വാർഷിക പരിപാടികൾ അങ്ങനെയെല്ലാം പങ്കെടുക്കാറുണ്ട്. ശരവണന്റെ കഥ ഒരു പരിധിവരെ നമ്മൾ കേട്ടുകഴിഞ്ഞു, എങ്ങനെയാണ് മാജിക്കിലേക്ക് വന്നതെന്ന്. അപ്പോൾ നമുക്ക് കൂടെയുള്ളവരെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ആറൂൺ. ശരവണന്റെ അച്ഛനാണ്. എന്ത് ചെയ്യുന്നു? നമ്മള് ഇപ്പൊ വെറുതെ ഇരിക്കുക. പക്ഷെ ഇപ്പൊ എവിടെയും പോണില്ല, വെറുതെ ഇരിക്കുകയാണ്. ശരി, എന്താ മോന്റെ പേര്? വിവേക്. ശരവണന്റെ ആരാണ്? മരുമകനാണ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 7ാം ക്ലാസ്സിൽ. എവിടെയാണ് പഠിക്കുന്നത്? കിനാശ്ശേരി തന്നെയാണ്. ഓക്കെ. എന്താ മോളുടെ പേര്? വിസ്മയ. ശരവണന്റെ ആരാണ്? മരുമകൾ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 4. വിവേകിന്റെ സ്കൂളിൽ തന്നെയാണോ? അല്ല, കരിപ്പോട്. എവിടെ? കിനാശ്ശേരി തന്നെ. എവിടെ? പാലക്കാട്ടാണോ? പാലക്കാട്. ശരി. എന്താ പേര്? ശ്യാമളൻ. ശരവണന്റെ ബ്രദറാണ്. എന്ത് ചെയ്യുന്നു ശ്യാമളൻ? ഗ്രാഫിക് ഡിസൈനർ. എവിടെയാണ് ജോലി ചെയ്യുന്നത്? പാലക്കാട്. ഓക്കെ. എന്താ പേര്? രമേശ്. ശരവണന്റെ ഫ്രണ്ടാണ്. എന്ത് ചെയ്യുന്നു രമേശ്? ഞാൻ പ്രൈവറ്റായിട്ട് ലാൻഡ് സർവേ വർക്ക് ചെയ്യുന്നു. പാലക്കാട് തന്നെ. പാലക്കാട്. അപ്പോൾ ശരവണൻ ഏറ്റവും വലിയ സമ്മാനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശരവണൻ, നമ്മൾ ഫസ്റ്റ് റൗണ്ട് തുടങ്ങിയപ്പോൾ ശരവണന്റെ
ഗംഭീരമായ ഒരു മാജിക് കണ്ടിട്ടാണ് തുടങ്ങിയത്. സെക്കൻഡ് റൗണ്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ശരവണന്റെ ബയോഡേറ്റയിൽ വെൻട്രലോക്കിസം എന്നുകൂടി എഴുതി കണ്ടു. നമ്മുടെ പല ആൾക്കാർക്കും വെൻട്രലോക്കിസം എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ശരിക്കും പറഞ്ഞാൽ ശബ്ദം എറിയുക, ത്രോയിങ് ഓഫ് സൗണ്ട് ആണ് ശരിക്കും വെൻട്രലോക്കിസം. അത് ബയോഡേറ്റയിൽ കണ്ടു. നമുക്ക് അതിന്റെ ഒരു എന്താണ് എന്നുള്ള ജനങ്ങൾ അറിയുമല്ലോ. അതുകൂടെ കണ്ടിട്ട് നമുക്ക് സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. പരിപാടിയിലേക്ക് പറയും, സ്വാഗതം പറയും എല്ലാവർക്കും. എന്താ പറയാത്തെ? ഓക്കെ, ആരും കൈയടിക്കുന്നതാണോ? എല്ലാവരും ഒന്ന് കൈയടിച്ച പ്ലീസ്. ഓക്കെ ഓക്കെ, ഇന്ന് എല്ലാവർക്കും സ്വാഗതം പറയും. ഓക്കെ ഓക്കെ, ഏയ് ഓക്കെ ഓക്കെ. നിന്റെ പേര് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുത്ത്. ഓക്കെ, ചിറ്റി എന്നാണ്. എന്റെ പ്രിയപ്പെട്ട കുരങ്ങനാണ് കേട്ടോ. എന്തേ? അത് സാരമില്ല, കാരണം കുരങ്ങിൽ നിന്നാ മനുഷ്യനുണ്ടായത്. ഇപ്പോഴത്തെ കുരങ്ങിന് മനസ്സിലാക്കാൻ താല്പര്യമില്ലേ? അതെന്താ ഇല്ലാത്ത? ഓക്കെ, മനുഷ്യന്റെ സ്വഭാവം കണ്ടിട്ടെന്ന് പറയുന്നത്. ഓക്കെ കിറ്റി, നീ ഇവിടെ എന്തിനാണ് വന്നത്? ഓക്കെ, മുകേഷ് ചേട്ടനെ കാണാൻ വന്ന. മുകേഷ് ചേട്ടന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഓക്കെ, ചമ്മുന്ന സിനിമ. ഏതാ ചമ്മുന്ന സിനിമ കണ്ടത്? ഓക്കെ, ഇൻഹരിയർ നഗറാണ്. കിറ്റി എന്താണ്? ഓക്കെ, പരിചയപ്പെടണം. ആരെയാണ് പരിചയപ്പെടാൻ പോകുന്നത്? ഓക്കെ, പെട്ടി പിടിച്ച കുട്ടികൾ. നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത്? ഓക്കെ, പെട്ടിയല്ല കുട്ടിയാണ് ഇഷ്ടം. ഏയ് എന്താ? സുന്ദരി സുന്ദരന്മാരൊന്ന് കൈയടിക്കാൻ പറയാം. എന്താ പ്രശ്നം? അതിനെന്താ കാര്യം? ഏയ് ആരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്താണ് ചോദിക്കാനുള്ളത്? മുകേഷ് ചേട്ടൻ എന്തിനായി പരിപാടിക്ക് വരുന്നത്? ഓക്കെ, അതുകൊണ്ടാണോ പരിപാടി കാണാൻ വരുന്നത്? അത് ശരി. ഓക്കെ, അദ്ദേഹത്തിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏത് പരിപാടിയാ? ഓക്കെ കിറ്റി, നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. എന്താ? ഓക്കെ, എല്ലാവരും ഒന്ന് കൈയടിച്ച പ്ലീസ്. ഓക്കെ, എല്ലാവർക്കും നന്ദി പറയും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ശരവണൻ വളരെ ഗംഭീരമായിരുന്നു. ഇതാരാണ് പഠിപ്പിച്ചത്? ഇത് പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചിരുന്നില്ല. ഒരിക്കലും ഇത് കാണേണ്ട കൗതുകം കൊണ്ട് ഞാൻ ഒരു സുഹൃത്തിനോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞിരുന്നു അത് ആ വ്യക്തി തന്നെ വെൻട്രലോക്കിസം പരിശീലനത്തിലൂടെ ചെയ്യാണെന്ന്. അതായത് പുരാതന ഈജിപ്തിലെ ദേവദാരു പ്രതിമകൾ സംസാരിച്ചിരുന്നു അത്രേ. യഥാർത്ഥത്തിൽ പുരോഹിതൻ തന്നെയാണ് ആ പ്രതിമകളുടെ രൂപത്തിൽ സംസാരിച്ചിരുന്നത്. അതാണ് ഈ കല. ഈജിപ്തിനാണ്, അവിടെ നിന്നാണ് വന്നത്. അതെ. അപ്പം ഇതും പ്രോഗ്രാമിന് വേണ്ടി പോകാറുണ്ടോ? ഇതും കൊണ്ട് ഷുവർ, ഇത് രണ്ടും കൂടി മിങ്കിൾ ചെയ്തിട്ടാണ് ഞാൻ പ്രോഗ്രാം ചെയ്യാം. അപ്പം മാജിക്കും ഈ വെൻട്രലോക്കിസം ചേർത്തിട്ടാണ്. എത്ര സമയം നീണ്ടു നിൽക്കും പ്രോഗ്രാം? 1 hour. 1 hour. ഗുഡ്, വെരി ഗുഡ്. നല്ല ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് പോകുന്നു. സെക്കൻഡ് റൗണ്ട്. 5 പെട്ടികൾ ഓരോന്നോരോന്നായിട്ട് തുറന്നു. എങ്കിൽ 5-ൽ തന്നെ തുടങ്ങാം. 10,000. ഗുഡ്, നല്ലതാണ്. ഗോൾഡിലാണെങ്കിലും ഏറ്റവും ചെറിയ ഒരു എമൗണ്ട് ആണ് ഗോൾഡിലെ. സെക്കൻഡ് ബോക്സ്. 1, 2, 3 ഒരുമിച്ച് നിൽക്കുകയാണ്. എങ്കിൽ ബോക്സ് നമ്പർ 2. 2 ലക്ഷം ഗോൾഡിലാണ്. 2 പെട്ടികളും തുറന്ന 2 പെട്ടികളും ഗോൾഡിൽ തന്നെയാണ്. തേർഡ് ബോക്സ് തുറന്നു. തേർഡ് ബോക്സ് നമ്പർ 3. 25,000. ഇനി 2 പെട്ടികൾ മാത്രമാണ് ഈ റൗണ്ടിൽ അവശേഷിക്കുന്നത്. തുറന്നോളൂ. ബോക്സ് നമ്പർ 17. 280. സിൽവറിലാണ്. വീണ്ടും ശരവണൻ സിൽവറിലേക്ക് തിരിച്ചു വന്നു. ഈ
റൗണ്ടിലെ ലാസ്റ്റ് ബോക്സ്, ഇമ്പോർട്ടന്റ് ബോക്സ് തുറന്നോളൂ. ലാസ്റ്റ് ബോക്സിലെ ചാൻസ് എന്റെ മരുമോൾക്ക് കൊടുത്തോട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും. ബോക്സ് നമ്പർ 9. ബോക്സ് നമ്പർ 9. അമ്മാവനെ സ്നേഹിക്കുന്ന മരുമകൾ, ഒരു മരുമകളും അമ്മാവനെ ഇത്ര സഹായിച്ചു കാണത്തില്ല. അദ്ദേഹം പറയുന്നു 90,000 rupees, 90,000 രൂപ തരാം. ആലോചിച്ച് തീരുമാനിക്കേണ്ടത് ശരവണനാണ്. ആലോചിക്കാൻ സമയമുണ്ട്. പ്രേക്ഷകർ, നിങ്ങൾ 27-ാം നമ്പർ പെട്ടിക്ക് വേണ്ടിയുള്ള SMS അയച്ചുകൊണ്ടേയിരിക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് DS സ്പേസ്, താഴെ കാണിച്ചിരിക്കുന്ന ചോദ്യത്തിന് ഒരു ശരി ഉത്തരം A or B സ്പേസ് നിങ്ങളുടെ പേര് സ്പേസ് നിങ്ങളുടെ സ്ഥലം. അയക്കേണ്ട നമ്പർ 58585. ഭീമ ജ്വല്ലേഴ്സ്, ഡീൽ ഓർ നോ ഡീൽ.